ഒരു വലിയ ഒരു ബാക്കപ്പ് ഇല്ലാതെ ഒരു കാരണവശാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുപോലത്തെ ഒരു തട്ടിപ്പ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. കേരളത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കന്മാരായിക്കൊള്ളട്ടെ, മറ്റ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരായിക്കൊള്ളട്ടെ, ഗവർണർമാരായിക്കൊള്ളട്ടെ, ഇവർക്ക് പോലും അപ്പോയിൻമെൻറ്റ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഗജ ഫ്രോഡിനും ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾക്കും സോണിയാഗാന്ധി അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അടൂർ പ്രകാശിനെ സംബന്ധിച്ചിട്ട് അടൂർ പ്രകാശ് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അല്ലെങ്കിൽ ഗോവർദ്ധനൻ്റെ കൂടെ ശബരിമലയിൽ പോയത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത പൊതുസമൂഹത്തിന് നൽകിയേ പറ്റൂ. നമുക്ക് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്നത് ശബരിമല തന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ രണ്ട് കേന്ദ്ര ഏജൻസികളും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഉന്നതരായിട്ടുള്ള പലരും കുടുങ്ങാൻ സാധ്യതയുണ്ടെന്നേ. LDF-നകത്ത് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട എല്ലാവരും തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി UDF-ന്റെ ഊഴമാണ്. നമസ്കാരം. ശബരിമല വിഷയത്തിൽ ശ്രീ അടൂർ പ്രകാശിനെതിരെ ആരോപണങ്ങൾ കനക്കുകയാണ്. SIT എന്തായിരിക്കും ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? 2004 മുതൽ 2014 വരെയുള്ള സോണിയാഗാന്ധിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ലേഡിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ സോണിയാഗാന്ധി. 2004 മുതൽ 2014 വരെ, അതായത് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന ആ ഒരു സമയം. ആ സമയത്ത് സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കന്മാരായിക്കൊള്ളട്ടെ, മറ്റ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരായിക്കൊള്ളട്ടെ, ഗവർണർമാരായിക്കൊള്ളട്ടെ, ഇവർക്ക് പോലും അപ്പോയിൻമെൻറ്റ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഗജ ഫ്രോഡിനും ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾക്കും സോണിയാഗാന്ധി അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ അടുക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനും എത്തിച്ചേർന്ന ആ വഴി ഏതാണ്? കാരണം എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ ഒരു ബാക്കപ്പ് ഇല്ലാതെ ഒരു കാരണവശാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുപോലത്തെ ഒരു തട്ടിപ്പ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരുപക്ഷെ അടൂർ പ്രകാശിനൊന്നും ഇതിനകത്ത് നേരിട്ടൊരു പങ്കുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ അടൂർ പ്രകാശും ആന്റോ ആൻ്റണിയും, അന്ന് കോന്നി MLA ആയിരുന്ന അടൂർ പ്രകാശും പത്തനംതിട്ട MP ആയിരുന്ന ആന്റോ ആൻ്റണിയും എന്തിനാണ് ഈ രണ്ട് ഗജ ഫ്രോഡുകളുടെ കൂട്ടത്തിൽ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഗോവർദ്ധനൻ്റെ കൂടെയും സോണിയാഗാന്ധിയെ കണ്ടത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യവും വ്യക്തമായിട്ട് തരേണ്ട ആളുകൾ അടൂർ പ്രകാശും ആന്റോ ആൻ്റണിയും തന്നെയാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശബരിമല ഏറെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് കൂടി പോവുകയാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ തിക്താനുഭവങ്ങൾ നിലവിലത്തെ സർക്കാരിന് നേരിടേണ്ടി വന്നു. അതാണ് LDF-ന് നേരിട്ട തിരിച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ഇന്ന് പഴയ ഒരു MPയോ MLA മാത്രമല്ല, UDF-ന്റെ കൺവീനർ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടൂർ പ്രകാശിനെ സംബന്ധിച്ചിട്ട് അടൂർ പ്രകാശ് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അല്ലെങ്കിൽ ഗോവർദ്ധനൻ്റെ കൂടെ ശബരിമലയിൽ പോയത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത പൊതുസമൂഹത്തിന് നൽകിയേ പറ്റൂ. അതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്നത് ശബരിമല തന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ എന്തെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പോകുന്നു, അപ്പോൾ തന്നോട് കൂടെ വരുമോ എന്ന് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ കൂടെ പോയത് എന്നൊക്കെ ഈ അടൂർ പ്രകാശ് പറയുന്ന ഈ സമയത്തും തിരിച്ച് ചില ചോദ്യങ്ങളുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ തന്ത്രി അല്ല എന്നുള്ള കാര്യം അടൂർ പ്രകാശിന് അറിയാലോ, ആന്റോ ആൻ്റണിക്കും അറിയാലോ. എന്തുകൊണ്ടാണ് ഇവരത് സോണിയാഗാന്ധിയോട് പറയാതിരുന്നത്? കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നയാൾ ഒരു ശാന്തിക്കാരൻ പോലുമല്ലെന്നേ. ശാന്തിയെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ഒരാൾ പറയുന്നത് കേട്ടു, ഈ ശാന്തിക്കാരനെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലുമൊക്കെ സമയത്ത്, ശാന്തിമാരൊന്നും ഇല്ലാത്ത സമയത്ത് അതിന്റെ അകത്ത് കയറി തൂക്കുകയും തുടയ്ക്കുകയും ഒക്കെ ചെയ്യുക. ഈ പണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രിയാണ് എന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയുടെ അടുക്കൽ കൊണ്ടുപോയതിനെക്കുറിച്ച് അടൂർ പ്രകാശിനും ആന്റോ ആൻ്റണിക്കും എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ ഒരു ഉത്തരം കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അടൂർ പ്രകാശ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയേ പറ്റൂ. ഇപ്പോൾ അന്വേഷണം വളരെ വലിയ രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ D മണി എന്നൊക്കെയുള്ളൊരു കഥാപാത്രം ഇതിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു സാങ്കല്പിക സൃഷ്ടിയാണോ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വഴിതിരിച്ചിടാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏറ്റവും ഒടുവിൽ UDF-ന്റെ പ്രമുഖ നേതാക്കന്മാരിലേക്കും സോണിയാഗാന്ധിയിലേക്കും ഒക്കെ അന്വേഷണം പോകുന്നു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ അന്വേഷണത്തെ വഴിതിരിച്ച് അല്ലെങ്കിൽ വകമാറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളാണോ ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കേണ്ടി. കാരണം ഇപ്പോൾ ഈ പറയുന്ന ഡി മണി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നത്. പക്ഷേ ഇന്ന് റെയ്ഡ് നടക്കുന്ന മണി എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ പേര് MS മണി എന്നാണെന്ന് പറയുന്നു. അപ്പോൾ D മണിയുടെ വീട്ടിലല്ല ഇന്ന് റെയ്ഡ് നടന്നിട്ടുള്ളത്.
ഇന്ന് റെയ്ഡ് നടന്നിട്ടുള്ളത് MS മണിയുടെ വീട്ടിലാണ്. അപ്പോൾ ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം നേരെയല്ല നടക്കുന്നത് എന്ന് പൊതുസമൂഹത്തെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കമാണോ ഇതിന്റെ പിന്നിലുള്ളത് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷനെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഇൻഫർമേഷൻ ആദ്യം പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയോട് ഇത് പറഞ്ഞിരിക്കുന്നത് സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ്. ഈ വ്യവസായി കൃത്യമായിട്ട് SITക്ക് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വ്യവസായി രമേശ് ചെന്നിത്തലയുടെ അടുത്ത് പുളു അടിച്ചാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൂടാതെ തന്നെ ഈ സുരേഷ് എന്ന് പറയുന്ന ഈ ഒരു വ്യവസായിക്ക് മറ്റെന്തെങ്കിലും അജണ്ടകളുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഓരോ ഇലക്ഷനോട് അടുപ്പിച്ച് ഉണ്ടാവുന്ന ആരോപണങ്ങൾ എന്താണോ അതുമാത്രമേ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. അതിനുശേഷം ഈ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങും. 2026 ഏപ്രിൽ മെയ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശബരിമലയിലെ സ്വർണ്ണമോഷണം ഉണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവത്തില്ല, ഒരു ചർച്ച ഉണ്ടാവത്തില്ല. ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 നിയമസഭാ ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രം ആ ദിവസങ്ങളിലേക്ക് മാത്രം ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയോടെ ഉയർന്നു വരത്തില്ല. അപ്പോഴും നഷ്ടം ശബരിമലയ്ക്ക് തന്നെയായിരിക്കും. സ്വർണ്ണപ്പാളി വിവാദമൊക്കെ പറയുന്നു, കാരണം സ്വർണം വീണ്ടെടുത്തു എന്ന് പറയുന്നു. SITക്ക് ഏത് ഘട്ടത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും ഈ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇത് മാധ്യമങ്ങൾ കൂടുതലായിട്ട് ഈ ശബരിമല സ്വർണ്ണ മോഷണ കേസ് ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് SITക്ക് ഈ കേസ് ക്ലോസ് ചെയ്യാൻ സാധിക്കാത്തത്. ഇതിനിടയിൽ ED രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ED രംഗപ്രവേശനം ചെയ്യുന്ന സാഹചര്യത്തിൽ CBI അന്വേഷണം കൂടി പലരും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിലേക്ക് CBI കൂടെ വന്നേക്കാം. അപ്പോൾ 2 കേന്ദ്ര ഏജൻസികളും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഉന്നതരായിട്ടുള്ള പലരും കുടുങ്ങാൻ സാധ്യതയുണ്ടെന്നേ. ഇപ്പോൾ ഈ 500 കോടിയുടെ ഡീമണയുടെ കഥയൊക്കെ പറയുന്നു. ഏതോ തിരുവനന്തപുരത്തുള്ള ഏതോ ഉന്നതന് 500 കോടി രൂപ കൈമാറിയെന്നാണ് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു പണ്ട് VD സതീശനെതിരെ PV അൻവർ ഉന്നയിച്ചൊരു ആരോപണമുണ്ട്. മീൻ വണ്ടിയിൽ 150 കോടി മംഗലാപുരത്ത് നിന്ന് പറവൂർക്ക് വന്നു. അതേപോലെയുള്ള എന്തോ ഒരു ആരോപണം ആകാനേ സാധ്യതയുള്ളൂ. കാരണം 500 കോടിയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരവസരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടുന്നു. അയാളുടെ ക്രിമിനൽ മൈൻഡ് അല്ലെങ്കിൽ അയാളുടെ ഒരു കള്ളന്റെ മൈൻഡ് അത് കൃത്യമായിട്ട് അവിടെ വർക്കൗട്ട് ചെയ്തു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് പ്ലാനുകൾ, പദ്ധതികൾ തയ്യാറാക്കി. ആ പദ്ധതികൾക്കകത്തേക്ക് ഈ പറഞ്ഞ മറ്റേ മുരാരി ബാബുവിനെയും വാസുവിനെയും പത്മകുമാറിനെയും ഒക്കെ കൂട്ടിയിറക്കുന്നു. പിന്നെ ഇവർ നടപ്പിലാക്കി ഈ പദ്ധതി ഉണ്ടല്ലോ, ഈ മോഷണം, അത് സക്സസ്ഫുള്ളി അവർ കംപ്ലീറ്റ് ആക്കി. ഈ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ കയ്യിൽ മോഷണം മുതലിരിക്കുകയാണ്. ഈ മോഷണം മുതൽ എങ്ങനെയാണ് വിൽക്കുക? അത് വിൽക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ക്രിയേഷൻസിനെയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനെയൊക്കെ ഉപയോഗിച്ചു. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഇവരിത് മോഹവിലയ്ക്ക് വിദേശ മാർക്കറ്റിൽ സെയിൽ ചെയ്തു. ഇതാണ് സ്വാഭാവികമായിട്ട് നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഓൾറെഡി ഈ കുറ്റം ചെയ്തിട്ടുള്ള എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഈ കുറ്റം ചെയ്തതിന് ശേഷം ഈ തൊണ്ടി ആരുടെ പക്കലാണുള്ളത്, അതല്ലെങ്കിൽ ഏത് റൂട്ടിലാണ് തൊണ്ടി വിറ്റിട്ടുള്ളത്, അതിൽ നിന്ന് എത്ര പൈസ ഇവരുണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മറ്റ് കൂട്ടുപ്രതികളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് പരിശോധിക്കേണ്ടത്. ഇതിനപ്പുറത്തേക്ക് ഇനി ഒരുപക്ഷെ പത്മനാഭസ്വാമി ക്ഷേത്രം വരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല ലക്ഷ്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളത് കൂടി SIT പരിശോധിക്കേണ്ടതുണ്ട്. CBI വരുന്നതോട് CBI പരിശോധിക്കും, ED പരിശോധിക്കും. ഇവർ മറ്റേതൊക്കെ ക്ഷേത്രങ്ങളാണ് കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്, ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇവർ പഞ്ചലോഹ വിഗ്രഹങ്ങൾ മോഷ്ടിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ UDFന് അത്ര സുഗമമായിരിക്കില്ല. LDFനകത്ത് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട എല്ലാവരും തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി UDFന്റെ ഊഴമാണ്. ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അടൂർ പ്രകാശും കോൺഗ്രസ് നേതൃത്വവും തയ്യാറായിട്ട് ഇരിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.